When we talk to the United States, we would not send our foreign minister to invite our prime minister to his coronation. We would not send him 3 or 4 times, please invite our prime minister. Because if we had a production system and if we were working on these technologies, the American president would come here and invite the prime minister. So it is important to understand where a... Please. No. Foreign policy. He's not opposing. Leader of opposition cannot make such serious, unsubstantiated statement. This is related to the relation between two countries, and he is making an unverified statement about invitation of the Prime Minister of our country. Is matter of our dignity. How can you make such kind of statement? He is leader of opposition, sir. He should be responsible in making such statement. Sir, LOP is giving us very positive suggestions. Why they are worried, sir? For the country, he is giving. Leader of opposition has the information from any official source. He must inform the House. If leader of opposition has the information, please inform the House. Okay. Who has told you that foreign ministers visited for the purpose which you have mentioned? You must specify it. So, I'm sorry that disturbed you, that question. I apologize for disturbing your peace of mind. It's okay. I've apologized for disturbing your peace of mind. I'm sorry. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്ക സന്ദർശിച്ചത് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു തെളിവുമില്ലാതെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയ്ക്കു തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തിയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നാ ചോദിക്കുന്നത്. അതിനുത്തരമായിട്ട് യാതൊരു അങ്ങേറ്റത്തെ ഉളുപ്പില്ലായ്മയിൽ നിന്ന് ഗതികെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ഓ ക്ഷമ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾ തന്നെ കണ്ടില്ലേ. സകല ആളുകളും തിരിച്ചറിയണം, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ ലോകം മൊത്തം അത് ചർച്ച ചെയ്യും. രാജ്യത്തിന് അത് അപമാനമായിട്ട് തന്നെ വരുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. യാതൊരു കഥയുമില്ലാതെ നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയിലേക്ക് ആദ്യമേ പോയത് എന്നൊക്കെ നമ്മുടെ രാജ്യത്തോട് ഒരു കൂറുമില്ലാത്ത ആളുകൾക്കല്ലേ പറയാൻ സാധിക്കൂ. ഇതിനെന്താണ് തെളിവ് എന്ന് കൃത്യമായിട്ട് കിരൺ റിജിജു ചോദിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു തെളിവുണ്ടാവില്ലല്ലോ. തോന്നിയതുപോലെ വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തോന്നിയത്, അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അത് തോന്നിയതുപോലെ വിളിച്ചു പറയും. അതിനെന്തെങ്കിലും തെളിവ് ചോദിച്ചാൽ ഒരു തെളിവുമില്ല. തോന്നിയതുപോലെയുള്ള ആരോപണങ്ങളല്ലാതെ രാഹുൽ ഗാന്ധി ഒരു നിലവാരമുള്ള എന്തെങ്കിലും ഒന്ന് പാർലമെന്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇതിന് ശക്തമായ മറുപടിയുമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒരു എതിർപ്പായിരിക്കും പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഇത് രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പച്ചക്കള്ളമാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനോ അത്തരം പ്രോഗ്രാമിന് പങ്കെടുക്കാറില്ല. അത്തരത്തിലുള്ളൊരു ശീലം നമ്മുടെ പ്രധാനമന്ത്രിക്കില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു. എസ് ജയശങ്കർ അമേരിക്കയിൽ സന്ദർശനം നടത്തിയത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടും അതേപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടും ചർച്ച നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത് എന്നും അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് നടത്തിയത് എന്ന്. ബോധമുള്ള ആര് ചിന്തിച്ചാലും അതല്ലേ യാഥാർത്ഥ്യം. കൃത്യമായിട്ടൊരു നടപടികൾ, രാഹുൽ ഗാന്ധിക്കെതിരെ നടപടികൾ വരാൻ പോവുക. ആരോപണം, പ്രത്യേകിച്ച് പാർലമെന്റിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ
യാതൊരു തെളിവുമില്ലാതെ പറയുന്നത് ഇനി മുന്നോട്ട് നടക്കില്ല. തെളിവാചരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല വിവരക്കേടുകളും ഇന്ന് പാർലമെന്റിൽ നിന്ന് ഈ രാഹുൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും തെളിവുകൾ ഹാജരാക്കാൻ സ്പീക്കർ ഇപ്പോ ആവശ്യപ്പെടാൻ പോവുക. രാഹുൽ ഗാന്ധിക്ക് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രസംഗത്തിൽ തന്നെ വിളിച്ചു പറയുക, എത്രത്തോളം മണ്ടത്തരമാണ് ഈ രാഹുൽ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. BJPയിലെ OBC ദളിത് MP-മാർക്ക് അധികാരമില്ല എന്ന്. നല്ല കണക്കാ. OBC അല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ? OBC വിഭാഗത്തിൽ നിന്നല്ലേ? നമ്മുടെ രാഷ്ട്രപതിയെ ഏത് വിഭാഗത്തിൽ നിന്നാ? യാതൊരു കഥയുമില്ലാതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങള് യാതൊരു വെളിവുമില്ലാത്ത രീതിയിലല്ലേ രാഹുൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാപ്പ് പറയേണ്ടി വന്നു. സകലരും തിരിച്ചറിയണോ? കിരൺ റിജ്ജുവിന്റെ കൃത്യമായ ചോദ്യമായി എന്താണ് അതിന്റെ തെളിവെന്ന്. മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പെടുമെന്ന് കൃത്യമായിട്ട് കോടതികളിലേക്ക് പോയാൽ രാഹുൽ പെടുമെന്ന് രാഹുലിന് തന്നെ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ മാപ്പ് പറഞ്ഞ് തടിയെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ചൈന പ്രേമം, നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചൈന സ്നേഹം, അതിനെയും മറികടക്കുന്ന വെല്ലുന്ന തരത്തിലുള്ള ചൈന പ്രേമമുണ്ട് ഈ പ്രസംഗത്തിലൂടാനീളം. 40 മിനിറ്റിലധികമുള്ള ഒരു പ്രസംഗം പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത്. ഓരോരോ പോയിന്റിലും വിവരക്കേടുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും നിലവാരമുള്ള ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രതിപക്ഷ നേതാവാക്കിക്കൂടെ? ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിലൊക്കെ മഹാരാഷ്ട്ര ഇലക്ഷൻ ഫുള്ള് പ്രശ്നമാണ്, അതിൽ ഒരു ബിൽഡിംഗിൽ ഇത്ര വോട്ട് വന്നു എന്നൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്നുണ്ട്. തെളിവെന്തെങ്കിലും ഉണ്ടോ? ഒരു തെളിവുമില്ല. തോന്നിയ വിളിച്ചു പറയാ. ആട്ടിൻപുറങ്ങളിലൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ അടിക്കുന്ന ആളുകള് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലുമൊക്കെ ആളുകളെ രസിപ്പിക്കാനൊക്കെ പറയുന്ന കൂട്ടുകൂടുന്ന ഇരിക്കുന്ന ഒരു ഫീലിലാണ് രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങള് ഒരു തെളിവുമില്ലാതെ പറയും. മഹാരാഷ്ട്ര ഇലക്ഷൻ ഒക്കെ പ്രശ്നമാണ്, ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് വോട്ടുകളുണ്ട്. തെളിവ് വേണ്ടേ? തെളിവുണ്ടെങ്കിൽ അതിന് കോടതി തന്നെ ഉത്തരം കൊടുക്കൂലേ? സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാരാഷ്ട്ര, അതായത് കോൺഗ്രസ് പരാജയപ്പെടുന്ന ഇലക്ഷനുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ. വയനാട് പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് ഒന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സ്ഥലത്തും ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസ് എവിടെ പരാജയപ്പെടുന്നോ അവിടെ വോട്ടിംഗ് പ്രശ്നം, സകലതും പ്രശ്നം. ഉളുപ്പില്ല ഇമാതിരി യാതൊരു നിലവാരവും ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരാൻ. തെളിവില്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ, രാജ്യത്തെ തന്നെയാണ് രാഹുൽ ഗാന്ധി അപമാനിച്ചതിന് അതിന് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ മാപ്പിലൊന്നും ഒതുങ്ങില്ല എന്ന് തന്നെയാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത്. നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്.